ED കേസ് ഒഴിവാക്കാനുള്ള കൈക്കൂലി കേസിൽ കൂടുതൽ അറസ്റ്റ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്താണ് ഒടുവിൽ അറസ്റ്റിലായത്. സംഭവത്തിൽ EDയും പരിശോധന നടത്തി വരികയാണ്. ED ഓഫീസുമായി ബന്ധമുള്ളവരല്ല അറസ്റ്റിലായിട്ടുള്ളത്. എന്നാൽ കേസ് വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തട്ടിപ്പ് നടത്തിയതെങ്ങനെയെന്നാണ് ED പരിശോധിക്കുന്നത്. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയായിരുന്നു എറണാകുളം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. കശുവണ്ടി വ്യവസായിയുടെ പരാതിയിലാണ് കൈക്കൂലിപ്പണത്തിന്റെ ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ വാങ്ങുന്നതിനിടെ വിൽസൺ വ്യാഴാഴ്ച പനമ്പള്ളി നഗറിൽ നിന്ന് വിജിലൻസിന്റെ പിടിയിലായത്. കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയോട് സ്ഥാപനത്തിന്റെ വിറ്റുവരവ് കൂടുതലാണെന്നും കണക്കുകളിൽ കൃത്രിമമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി 2024 ED സമൻസ് നൽകിയിരുന്നു. സമൻസ് പ്രകാരം ഹാജരായ വ്യവസായിയോട് ഇടപാട് രേഖകൾ ED ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏജന്റുമാർ എന്ന വ്യാജേന ഇരുവരും തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയായിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2 കോടി രൂപ നൽകണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും വിശ്വാസമില്ലെങ്കിൽ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്നും വിൽസൺ പറഞ്ഞു. ഈ മാസം 10-ന് വീണ്ടും സമൻസ് ലഭിക്കുകയും ചെയ്തു. പരാതിക്കാരനെ ED ഓഫീസിന് അടുത്ത് വെച്ച് കണ്ട പ്രതി 50 ലക്ഷം രൂപ വീതം 4 തവണകളായി നൽകണമെന്നും 2 ലക്ഷം പണമായി കൈമാറണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് വ്യവസായി വിജിലൻസിൽ പരാതി നൽകിയതും പണം വാങ്ങുന്നതിനിടെ വിൽസൺ പിടിയിലായതും. കേസ് വിവരങ്ങൾ EDയിൽ നിന്ന് പ്രതികൾ എങ്ങനെ ചോർത്തിയെന്ന് വിജിലൻസും അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി.